അഭിമാനം സമ്മതിക്കില്ല. ആര് ചെയ്ത പാപത്തിന്റെ ഫലമാണാവും. ആ എഴുന്നള്ളിട്ടുണ്ടല്ലോ. വർക്ക്ഷോപ്പിൽ കൊടുത്ത് സ്റ്റാർട്ട് ആവുന്നില്ല. വണ്ടി കേടട്ടെ എത്ര നേരാ പണിഞ്ഞേ? അച്ഛൻ ഞാൻ ഉച്ചയ്ക്ക് വന്നതാ. എന്നെ ഒന്ന് കണ്ടുപോകാന്ന് വെച്ചാ ഇത്ര നേരം കാത്തത്. അങ്ങോട്ടൊന്നും വരില്ലല്ലോ. നേരം കിട്ടണ്ടേ? അച്ഛന്റെ പൊന്നുമോൾ ഊണ് കഴിച്ചോ? എവിടുന്ന ഇത്? വഴി നിന്നൊക്കെ മേടിച്ച കൊച്ചിന് കൊടുത്ത വല്ല അസുഖം വരും. ഒന്നുമില്ല, എന്റെ മോക്കൊരു അസുഖം വരില്ല. എന്റെ ബുദ്ധിമുട്ട് അവക്കറിയാം അല്ലേ മോളെ? ബാലേന്ദ്ര, ഇനി ഇങ്ങനൊക്കെ ആയാ മതിയോ? ഇതൊക്കെ മാറും. എനിക്കറിയാഞ്ഞിട്ടൊന്നുമല്ല. 7 രൂപയെന്ന് വളർന്ന് വലുതായതാ ഈ ബാലേന്ദ്രൻ. അത് മതി ക്യാപിറ്റൽ. 7 rupees. പക്ഷെ ഇപ്പോ സമയം ശരിയല്ല. അടുത്ത ആഗസ്റ്റ് വരെ കണ്ടകശനിയാ. അതുകൊണ്ട് നിമി ചോറോളം ഊണ് കഴിക്കാം. എനിക്ക് വേണ്ട, ഞാൻ ഇറങ്ങാം. നിന്നെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം നിന്നെ. അടുത്ത ആഴ്ച എന്റെ ഷഷ്ടിപൂർത്തിയാ, 7-ാം തീയതി. നമ്മളെല്ലാരും ഒന്ന് കൂടുന്നു, അത്രേ ഉള്ളൂ. നീയും നിന്നും വേണം. എന്താ ഒന്നും ഉണ്ടാത്ത? നിമ്മി മോളും വരും. എനിക്കന്ന് കേസുണ്ട്. 7-ാം തീയതി ഞായറാഴ്ചയാ. ഞായറാഴ്ച എന്ത് കേസ്? ഞാൻ വരില്ല. ഞാൻ വന്നാ ശരിയാവില്ല. എല്ലാരും കൂടിയില്ലേ അങ്ങ് വേണ്ടെന്ന് വെക്കേ ഉള്ളൂ. വരൂ അച്ഛാ, ഞങ്ങൾ വരും. എന്താ വൈകിയേ? വരൂ. സത്യം പറ, ബാലേന്ദ്രനെ വിളിച്ചില്ലല്ലേ? എന്താ അങ്ങനെ ചോദിക്കാൻ? അല്ല, മൂപ്പിലാന്റെ മുഖം കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി. അച്ഛനെ നേരിട്ട് പോയി വിളിച്ചതാ. ഓ, അപ്പൊ നേരിട്ട് വിളിക്കുമല്ലേ? നമ്മളെയൊക്കെ ഫോണില് വേണേ വന്നിട്ട് കൂടാന്ന്. ഇപ്പോഴും ഇളയ മരുമോനോടാ കൂടുതൽ സ്നേഹം. ആ വന്നല്ലോ ഹരിചന്ദ്രന്റെ ഡമ്മി. ആ ഇതിപ്പോഴും ഉണ്ടോ നിർമ്മലയുടെ വെള്ളക്കുതിര? ഇത് 10 പെറ്റ പട്ടിയെ പോലെ ആയാലോടി നിർമ്മലേ. പഴകിയാൽ ഏത് പോലീസ് ഇതുപോലെ ആകും കൃഷ്ണേട്ടാ. മിടുക്കി, നിന്റെ നാക്കിന്റെ മൂർച്ച പോയിട്ടില്ല. ചെല്ല് ഇളയ മരുമോനെ കാണാൻ അച്ഛൻ വിഷമിച്ചിരിക്ക. എന്താ ബാലേന്ദ്രൻ ഒന്നും മിണ്ടാത്ത? വല്ല വിരോധമുണ്ടോ? എന്ത് മിണ്ടാനാ? ഞാൻ നിനക്കൊരു പേരിട്ടിട്ടുണ്ട്, ഹരിചന്ദ്രൻ. നിന്റെ വേഷവും മട്ടും ഒക്കെ കണ്ട നീ ഇപ്പോഴും ഒരു ബിസിനസ് മാഗ്നറ്റ് തന്നെ. ടിപ് ടോപ്പ്. പലരും വരുന്ന ഫംഗ്ഷൻ അല്ലേ? കിടക്കട്ടെ, കുളിയില്ലെങ്കിലും കൗവീനം പെരപ്പുറത്തല്ലേ? ബാലേട്ടൻ വാ, അച്ഛൻ കാണാണ്ട് വിഷമിക്കുന്നുണ്ടാവും. ശരിയാ. മൂപ്പിലാൻ കരച്ചിലോട് കരച്ചില്ല. ഒരു മിനിറ്റ്. വൈകിയപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾ നീ വരില്ലായിരിക്കും. അച്ഛൻ ഇപ്പഴാ സന്തോഷായേ. മുത്തശ്ശന്റെ ചക്കരക്കുട്ടിയല്ലേ. അച്ഛാ, ഇതിന്റെ വിലയും ക്വാളിറ്റിയും ഒന്നും അച്ഛൻ നോക്കരുത്. എന്താ മോളെ നീ പറയണേ? ഇതല്ലേ അച്ഛന് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം. എന്താ ഇത്? ഒരു മുണ്ടും ജുബയുവാ. ഇന്ന് അച്ഛൻ കൊടുക്കുന്ന ഇതാ. ബലവാ, ആളുകളെയൊക്കെ ഒന്ന് കാണാം. വേണ്ട, ഞാനില്ല. പലരും ചോദിച്ചു നിന്നെ. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നു. ഞാനില്ല, പ്ലീസ്. ശരി, വേണ്ട, എനിക്ക് മനസ്സിലാവും. അകത്തേക്കല്ല, അമ്മ നിങ്ങളെ കാണാതെ വിഷമിച്ചിരിക്കുക. എന്തുമോളെ, വല്യമ്മേ മറന്നു നീ? നിമി, നല്ല പണിയാ നീ കാണിച്ചത്. ഇന്നലെ വരണ്ടേ? എന്തായിരുന്നു രസം. ബാംഗ്ലൂരിൽ നിന്ന് അമ്മായി അമ്മാവനും ഒക്കെ എത്തിയിട്ടുണ്ട്. വന്നപ്പോ മുതൽ നിന്നെ ചോദിക്കണതാ. ബാ. ബാലേന്ദ്ര, നീ എന്താ ഒറ്റയ്ക്കോടെ വന്നിരിക്കണേ? ബാ, ഊണ് കഴിക്കാം. ഇപ്പൊ വേണ്ട, എല്ലാരും കഴിക്കട്ടെ. ഞാനും നിമ്മയും കൂടെ പിന്നെ ഇരുന്നോളാം. കൃഷ്ണകുമാരൻ രാധാകൃഷ്ണനൊക്കെ ഇരുന്നു. അവരിക്കട്ടെ അച്ഛാ, ഞാൻ വന്നാൽ ശരിയാവില്ല. ഞാൻ പിന്നെ ഇരുന്നോളാം. ഇതേതാ ഈ മുണ്ടും ജുബേ? ബാലനും നിമ്മയും കൊണ്ട് തന്നാ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ബാ, നമുക്കിരിക്കാം. അവന്റെ ഇഷ്ടത്തിന് ഉണ്ണട്ടെ. അച്ഛനും അമ്മയൊക്കെ ഇരുന്നോ, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. പിന്നെ അപ്പിറ്റൈസർ വല്ലതും വേണമെങ്കിൽ ഹോളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
അവന്മാർക്ക് ഒച്ച ഉണ്ടാക്കാതെ ഒഴിച്ചു ഒഴിച്ചു ഒഴിച്ചു. പണിയൊന്നും വിചാരിക്കണ്ട. ഇഷ്ടം പോലെ കഴിക്കാൻ അവകാശം അധികാരമുള്ളവനാ. ഇവന്മാരെക്കാൾ കൂടുതൽ കഴിക്കാൻ അവകാശമുണ്ട്. അറിയോ? അറിയാം സാർ. എന്തറിയാം? ഒന്നും അറിയില്ല. ഒരു ചുക്കും അറിയില്ല. ഓ അത് ശരി. ആരും അറിയാണ്ട് വന്ന് കേറ്റുമായിരുന്നോ? അതെ. സാറിന് വല്ല നഷ്ടമുണ്ടോ? നഷ്ടോ? എനിക്കെന്ത് നഷ്ടം? ഊണ് കഴിച്ചപ്പോ കണ്ടില്ല. ഞാൻ വിചാരിച്ച് പിണങ്ങിയിരിക്കുകയാണെന്ന്. ഒന്ന് പറഞ്ഞെങ്കിൽ ഒരു കമ്പനി തരായിരുന്നു. നോനോ, നമ്മൾ തമ്മിൽ ഒരു കമ്പനി ഇല്ല. അത് വേണ്ട. ബാലേന്ദ്രൻ പുകഞ്ഞ കൊള്ളിയാ. അപ്പൊ പുറത്ത് നിൽക്കണം. നമ്മളൊക്കെ വലിയ വലിയ പോലീസ് ഓഫീസർമാരും വക്കീലന്മാരും ഒക്കെ അല്ലേ. ഞാനൊരു പാവം വഴിയാധാരം. കൃഷ്ണേട്ടൻ വെറുതെ തമാശ പറഞ്ഞാണ് കേട്ടോ. ബാലേന്ദ്രൻ സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഓ, സാറ് വലിയ തമാശക്കാരനാണല്ലോ, എനിക്കറിയാം. ഞാൻ വന്നപ്പോ എന്താ പറഞ്ഞേ? കൗബീനം പുറത്തിട്ടേച്ച് വന്നിരിക്കുകയാണെന്നോ? സാറേ, പോലീസൊക്കെ അവിടെ സ്റ്റേഷനിൽ. അവിടെ DVSP ആകും, SP ആകും, IG ആകും. അത് അവിടെ മതി. ഇവിടെ മനുഷ്യന് വെറും ഒറ്റതോക്കൊരു കള്ളു കുടിച്ചിട്ടുണ്ട്. അത് ഞാനും കുടിച്ചിട്ടുണ്ട്. പക്ഷെ വർത്തമാനം സൂക്ഷിച്ചു വേണം. അല്ലെങ്കിൽ DYSP ആരോ SP ആരാന്ന് ഞാൻ കാണിച്ചു തരും. പോട്ടെ. താൻ എന്ത് ചെയ്യും? ബാലേന്ദ്രൻ മൂക്കി വലിക്കോ? ബാല പോട്ടെ പോട്ടെ, ക്ഷമിക്കാം പ്ലീസ്. സംസാരിക്കുമ്പോ താനും സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ ബാലേന്ദ്രൻ ആരാണ് താൻ അറിയും. എന്താ പറയാ? ആകെ നശിപ്പിച്ചല്ലോ. എല്ലാം നാണം കെടുത്താനാണോ രണ്ടാളും കൂടെ? എന്തറിയാനാണ്? കൃത്യമായിട്ട് അറിയാൻ തന്നെ. ഒന്നും മിണ്ടാതിരിക്കാവോ? എന്തിനാ ഇങ്ങനെ മനുഷ്യനെ ദ്രോഹിക്കണേ? ദ്രോഹിച്ചു? ഞാൻ ആരെ ദ്രോഹിച്ചു? മഴ നിർത്തേ. ഞാനൊന്നും പറയണ്ട. എല്ലാരും ഒന്ന് പുറത്തേക്ക് പോകണം. പുറത്തേക്ക് തന്നെ പോകണം. സുഭദ്രേ, ഈ നിമിഷം നമ്മളോട് ഇറങ്ങണം. കൃഷ്ണ, പോട്ടെ. ഇതൊരു പ്രശ്നമാക്കണ്ട. പ്രശ്നമാണ്. ഇനി ഈ വീട്ടിൽ ഇവന് ഞാനോട് ശരിയാവില്ല. ഒന്നുകിൽ ഇവൻ, അല്ലെങ്കിൽ ഞാൻ. ആരും വിഷമിക്കണ്ട. ബാലേന്ദ്രൻ പണ്ടേ പുറത്താ. അകത്ത് കിടക്കാൻ ഒരു താല്പര്യമില്ല. നിമ്മി മോളെടുക്ക്. ബാലേന്ദ്ര, ഇന്ന് ഒരു ദിവസമെങ്കിലും എനിക്ക് ഇത്തിരി സമാധാനം എന്താ? ഞങ്ങൾ ഉണ്ടാവുന്ന നിങ്ങൾക്കൊക്കെ സമാധാനക്കേടാണ്. ഇനി ഞാൻ ഈ വീടിന്റെ പടി ചവിട്ടുന്ന പ്രശ്നമില്ല. എന്താ, നീ വരുന്നോ? അല്ലേ? വരുന്നില്ലേ? വേണ്ട. മോളെ, ബാലേന്ദ്രനോട് പോരെന്ന് പറ. പോട്ടെ, അതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മളൊക്കെ ശത്രുക്കളാവും. സൈക്കിളിനുണ്ടൊരു അതിര്. കാണുമ്പോഴൊക്കെ അയാൾ ഓരോന്ന് പറയാ. ഇന്ന് നല്ല നേരത്തിനാ വന്ന് കിട്ടിയത്. ശരിക്ക് കൊടുത്തനെ ഞാൻ. പോന്നി. ഒരു ദിവസമെങ്കിലും സന്തോഷത്തോടെ കഴിയാൻ എനിക്ക് വിധിയില്ല. കഴിഞ്ഞോ? ഒരു ദിവസം ആക്കണ എന്തിനാ? ജീവിതകാലം മുഴുവൻ കഴിഞ്ഞു അച്ഛന്റെ കൂടെ. പക്ഷേ ബാലേന്ദ്രനെ പ്രതീക്ഷിക്കണ്ട. അപ്പൊ എന്ത് ശല്യം ഒഴിവാവല്ലോ അല്ലേ? നിനക്ക് സുഖം പോരല്ലോ. ബംഗ്ലാവ് AC ഇല്ലാതെ നിനക്കെന്ത് സുഖം? മനസാക്ഷിക്ക് നിരക്കാൻ സംസാരിക്കരുത് ബാലേട്ട. പിന്നെ നീ പറഞ്ഞതിന് എന്താ അർത്ഥം? എന്റെ കൂടെ എന്റെ അവസ്ഥയ്ക്കൊത്ത് കഴിയാൻ നിനക്ക് സുഖം പോരല്ലോ. ബാലേട്ടൻ എനിക്ക് ഭയങ്കര സുഖവും സമാധാനമാണല്ലോ തരണത്. പാതിരാത്രി ആവുമ്പോ കയറി വരും. വരണതോ തലയ്ക്ക് ബോധമില്ലാതെ. എന്താ സന്തോഷം, എന്താ സുഖം. നിനക്ക് മനസ്സിലാവില്ല എന്റെ മനസ്സ്, എന്റെ ദുഃഖം. ഒന്നും മനസ്സിലാവില്ല. മൂക്കറ്റം കള്ളു കുടിച്ച തീരുന്നാണല്ലോ ബാലേട്ടന്റെ ദുഃഖം. ഇപ്പൊ അതില്ലാതെ ഒരു നിമിഷമുണ്ടോ? ബാലേട്ടൻ എല്ലാം മറക്കണം. ഞാനൊരു കുട്ടി ഇതിന്റെ അകത്ത് കിടന്ന് നരയിക്കണത് ഓർക്കണ്ട. എന്റെ അച്ഛൻ മാസം കൊണ്ട് തന്നില്ലെങ്കിൽ കഞ്ഞി കുടിക്കോ? ഒക്കെ മറന്നു. സഹിക്കാൻ പറ്റണ്ടാവുമ്പോ ഞാൻ കാട്ടിത്തരുന്നുണ്ട്. അതിനെ കൊണ്ട് ഞാനും ചാവും. ശല്യം ഒഴിയട്ടെ, പിന്നെ ബാലേട്ടന്റെ ഇഷ്ടം പോലെ ആവാം. നിമ്മി, കരയല്ലേ നിമ്മി? നീ എന്തൊക്കെയാ പറഞ്ഞ? ബാലേട്ടൻ ശ്രമിക്കാഞ്ഞിട്ടാണോ? പറ്റണില്ല മോളെ. എല്ലാ രാത്രി ആലോചിക്കും. ഇനിയില്ല, നാളെ മുതൽ തൊടില്ല. നേരം എടുക്കുമ്പോ അത് മറക്കും. കുടിച്ചില്ലെങ്കിൽ നെഞ്ചിനുള്ളിൽ ഉമിത്തി പോലെ എരിയും. തല പെരുക്കും, നാക്ക് വരും, കൈക്കൊക്കെ ബലം കുറയും. ഞാൻ എന്താ ചെയ്യും? നിമ്മി, ബാലേട്ടനിപ്പോ ജീവിക്കാൻ ആശയമുണ്ടായി. നീയും മോളും ആരുമില്ലാണ്ടാവും ഓർക്കുമ്പോഴാ അതിനും കഴിയിട്ടില്ല. അല്ലെങ്കിൽ എന്നെ നിമ്മി, ബാലേട്ടൻ എന്ത് പറഞ്ഞാലും ചെയ്താലും നീ കാര്യാക്കരുത്. സ്നേഹമില്ലാഞ്ഞിട്ടല്ല,
അത് മാത്രമേ ഉള്ളൂ ബാലേട്ടൻ്റെ ഉള്ളിൽ. ബോധമില്ല ഉണ്ടാവും. എനിക്കറിയില്ല എന്താ പറയണേ, എന്താ ചെയ്യണേ. അതൊക്കെ നീ ക്ഷമിക്കണം കേട്ടോ. എന്തിരിപ്പാ ബാലേട്ടാ ഇത്? ക്ഷീണമുണ്ടെങ്കിൽ ഊണ് കഴിച്ചു.